അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഒട്ടനേകം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ഭൂമിയിലൂടെ യഥേഷ്ടം വിരാജിക്കുന്ന ആളുകളാണ് മനുഷ്യരായിട്ടുള്ള ഞാനും നിങ്ങളും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും അല്ലാഹു ലോകത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ള ഉമ്മത്തിന് വേണ്ടി സംസ്കരണം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ആ ഒരു പ്രവാചകൻ എന്നുള്ള അനുഗ്രഹത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുവാനും ആ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനും ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ബന്ധുമിത്രാദികളെക്കാളും കുടുംബക്കാരെക്കാളും കൂട്ടക്കാരെക്കാളും ലോകത്തുള്ള നാനാ വിഭാഗം ആളുകളെക്കാളും ഞാനും നിങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നത് വരെ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുക, പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാചക സ്നേഹമെന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഒട്ടനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്നുള്ള ആ ഒരു ഹദീസിൻ്റെ അധ്യാപനത്തെ, ആ ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ആളുകളായിരുന്നു നമുക്ക് മുന്നേ സഞ്ചരിച്ചു പോയിട്ടുള്ള സ്വഹാബാക്കളായിട്ടുള്ള ആളുകൾ. ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാമെന്നുള്ള സന്തോഷ വാർത്ത നൽകപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹിജ്റ വേളയിൽ പ്രവാചകൻ്റെ 4 ഭാഗത്ത് കൂടെയും നടന്ന് പ്രവാചകനെ സംരക്ഷിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒട്ടനേകം സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉഹുദ് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പാഞ്ഞു വരുന്ന ഓരോ അമ്പുകളെയും സ്വന്തം ശരീരത്തിലേക്ക് അങ്ങേയറ്റം ഇഷ്ടത്തോടെ സ്വീകരിച്ച, ആ ഒരു വേദനകളെല്ലാം സഹിച്ച ത്വൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പ്രവാചക സ്നേഹത്തിന് നമുക്ക് ഉദാഹരണങ്ങളാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ പ്രവാചക സ്നേഹമെന്ന പേരിൽ, പ്രവാചകനോടുള്ള ഇഷ്ടമാണെന്നുള്ള പേരിൽ അനാചാരങ്ങളും ദുരാചാരങ്ങളും മതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളുമായിക്കൊണ്ട് ഈ ഒരു മാസക്കാലത്തെ അവരാഘോഷിക്കുന്ന സാഹചര്യത്തിൽ പ്രവാചക സ്നേഹമെന്നുള്ളത് പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്നതിലൂടെയാണ്, പ്രവാചക സ്നേഹമെന്നുള്ളത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെയാണ് എന്നും കൃത്യമായിക്കൊണ്ട് ഏറ്റവും സുന്ദരമായിക്കൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒട്ടനേകം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളുമായിക്കൊണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ അത്തരത്തിലുള്ള ആളുകൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന് ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ ഏകീകൃതമായിട്ടുള്ള ഒരു തീയതിയോ ഒരു മാസമോ സംശയങ്ങളൊന്നും ബാക്കിയില്ലാതെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുദഫർ രാജാവിൻ്റെ കാലഘട്ടത്തിലോ ഷിയാക്കളിൽപ്പെട്ട ഫാത്തുമിയാക്കളുടെ കാലഘട്ടത്തിലും
അവർ ആചരിച്ചു പോന്നിട്ടുള്ള ഈ ഒരു നബിദിനം എന്നുള്ളത് അതൊരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതല്ല എന്നും കൃത്യമായി കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിച്ച അബൂബക്കറിനെ പോലെയുള്ള, ഉമറിനെ പോലെയുള്ള, ഉസ്മാനിനെ പോലെയുള്ള, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ആഘോഷിച്ചിട്ടില്ലാത്ത, അവരൊന്നും കാണിച്ചു തന്നിട്ടില്ലാത്ത ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരു മനുഷ്യനും യാതൊരുവിധ തെളിവുകളും നമുക്ക് നൽകിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ യാതൊരുവിധ മാതൃകകളും നമുക്ക് നൽകിയിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം അത് ദുരാചാരമാണ്, അത് മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആ ഒരു കാര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടില്ലാത്ത, സ്വഹാബാക്കളായിട്ടുള്ള ആളുകൾ മാതൃക കാണിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവർ മാതൃക കാണിച്ചിട്ടില്ലാത്ത ആ ഒരു കാര്യത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് അത് ആഘോഷിക്കുകയും അത് പുണ്യപ്രവർത്തനമാണ്, അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മതത്തിലേക്ക് വല്ലതും പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടാൽ അത് ബിദ്അത്താണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം മതത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അത് ഇസ്ലാമിൻ്റെതല്ല, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തന്ന കാര്യമല്ല എന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ബിദ്അത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും എല്ലാ പുത്തനാചാരങ്ങളും അക്രമങ്ങളാണ്, വകുല്ല ളലാല ഫിന്നാർ, ആ ഒരു പുത്തനാചാരം എന്നുള്ളത് ബിദ്അത്ത് എന്നുള്ളത് നരകത്തിലേക്കുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും പുത്തനാചാരങ്ങളിൽ നിന്നും കൃത്യമായി കൊണ്ട് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അന്തിമ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഞാനും നിങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങളാണോ കാണിച്ചു തന്നത് അതിനെ മാത്രം പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെ മാത്രം ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുവാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാനും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന, ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആർജവമുള്ള ഒരു ഉമ്മത്തിന്റെ വക്താവായി കൊണ്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ തൂലികയെ ചലിപ്പിക്കുവാനും നമ്മുടെ നാവ് കൊണ്ട് ശബ്ദങ്ങൾ ഉയർത്തുവാനും അത്തരത്തിലുള്ള ആളുകളോട് പ്രതികരിക്കുവാനും അവർ അത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് സത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക്, ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.